ഹായ് ഗൈസ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു ലോലോലിക്ക അച്ചാർ ഉണ്ടാക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു, കുറച്ച് വറ്റൽമുളകിട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് കടുകിട്ടു. കടുകിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവയാണ് ഇടുന്നത്. ഉലുവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല രീതിയിൽ കുറച്ചൊന്ന് വാടണം കേട്ടോ, ചെറുതായിട്ട് വാടണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ലോലോലിക്കയാണ്. അതിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടണം കേട്ടോ. ലോലോലിക്ക നന്നായിട്ടൊന്ന് വാടണം. അതിനുശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പൊടികൾ എന്തെന്നൊക്കെയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ വിനിഗറൊന്നും ഒഴിക്കാത്തത്. കാരണം നമ്മളിത് ഉണ്ടാക്കി വെച്ച് ഒരാഴ്ച പോലും വേണ്ട, ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതങ്ങ് തീരും. അതുകൊണ്ടാണ് നമ്മൾ വിനിഗറൊന്നും ആഡ് ചെയ്യാത്തത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒഴിക്കാൻ പോകുന്നത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടാൻ മറന്നു കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നത്. അത് ഒഴിച്ച് നല്ലവണ്ണം വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് അടച്ചു വെക്കുക. കുറച്ചുകൂടെ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോലോലിക്ക അച്ചാർ റെഡിയായി. ഒന്ന് തുറന്നു നോക്കിക്കേ, സൂപ്പറല്ലേ? എങ്ങനെയുണ്ട് ലോലോലിക്ക അച്ചാർ? ഇഷ്ടപ്പെട്ടോ?